ഹലോ. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ, ഇന്നൊരു ഉപദേശമാണ്, ഒരു അഡ്വൈസുകൾ. നമ്മുടെ ചാണക്യനില്ലേ, ഗുരു ചാണക്യൻ, ചുമ്മാ വായിച്ചപ്പോൾ ഇവിടെ കണ്ടതാണ്, അത് ഞാനൊന്ന് കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഗുരു ചാണക്യൻ്റെ ഉപദേശങ്ങൾ നിങ്ങളെ ഭാവിയിലേക്ക്, അത് യങ് ഏജോ ഓൾഡ് ഏജോ ചെറിയ പിള്ളേരെ ഭാവിയിലേക്ക് കരുതി വെക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കുറേ കാര്യങ്ങളുണ്ട്, അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഗുരു ചാണക്യൻ്റെ ഉപദേശങ്ങൾ. ഒന്നാമത്തെ, നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം, അറ്റ്ലീസ്റ്റ് 10-1 ഭാഗം, നിങ്ങൾ 1000 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ 100 രൂപ അത് നിങ്ങൾ ഭാവിയിലേക്ക് ചേർത്ത് വെക്കണം, കരുതി വെക്കണം, സേവ് ചെയ്ത് വെക്കണം. ഒരാവശ്യം വരുമ്പോൾ, നിങ്ങൾക്ക് വയസ്സായി, പ്രായമായി, അല്ലെങ്കിൽ പെട്ടെന്ന് ആപത്ത് വന്ന് ഒരാവശ്യം വരുമ്പോൾ ആ പണം നിങ്ങൾക്കൊരു സഹായമാകും. മറ്റുള്ളവരുടെ മുന്നേ പോയി കൈ നീട്ടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് അല്ലെങ്കിൽ പെൻഷന് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആപത്തിൽ ഒരാവശ്യം വരും. അതുകൊണ്ട് നിങ്ങളത് ശീലിക്കണം. ആ കരുതി വെച്ച പണം നിങ്ങൾക്ക് അതൊരു ഉപകാരമാകും. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം. നല്ലതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭാര്യയാകാം, സഹോദരിയാകാം, അമ്മയാകാം, വേറെ ആരെങ്കിലും കുടുംബത്തിലുള്ള പ്രായമുള്ള സ്ത്രീകളാകാം. പക്ഷേ നിങ്ങൾ ആ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഇപ്പം അമ്മയെ ചിലപ്പോൾ മറ്റു മക്കൾ, അല്ലെങ്കിൽ മറ്റ് പെങ്ങന്മാർ, ആങ്ങളമാർ, ചേട്ടന്മാർ അവരൊക്കെ നോക്കി നിൽക്കും, മറ്റു മക്കൾ നോക്കി നിൽക്കും. സഹോദരിയുടെ ഭർത്താവ് അല്ലെ സഹോദരൻ്റെ വീട്ടുകാർ അവരൊന്നും സഹോദരൻ്റെ മക്കളെ നോക്കി നിൽക്കും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വേണം ശുശ്രൂഷിക്കാൻ, നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. അവരുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു വയ്യാതെ വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഇവർ മാത്രമേ കാണത്തുള്ളൂ. അവർ ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തുണയായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ അവർ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യം നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. അത് അത്യന്താപേക്ഷിതമായിട്ട് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഒരു സ്ത്രീയുടെ പരിചരണം നിങ്ങൾക്ക് അത്യാവശ്യം. അപ്പോൾ അതിന് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ഭാര്യ മാത്രമേ കാണത്തുള്ളൂ. സോ നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മസ്റ്റാണ്. മൂന്നാമത്തെ കാര്യം, നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് സ്വത്തും സമ്പാദ്യങ്ങളും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ പരസ്പരം സഹായിക്കാൻ ഇങ്ങനെയുള്ളവർ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ കൃത്യമായി പരിപാലിക്കണം. ഇല്ലാത്ത പക്ഷം ഭാവിയിൽ നിങ്ങൾക്കത് ഭയങ്കര പ്രശ്നമാകും. ഭാവി മാനസിക പ്രശ്നം വരും, ആരോഗ്യത്തിന് പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ സമയത്ത് ആഹാരം കഴിക്കുക, സമയത്ത് എക്സസൈസ് ചെയ്യുക, സമയത്ത് ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, നല്ല ആഹാരം കഴിക്കുക, വാരി വലിച്ച് കഴിക്കാതെ വേണ്ട ആഹാരങ്ങൾ കഴിക്കുക, കുടുംബമായിട്ട് സമയം ചിലവഴിക്കുക, ഫ്രണ്ട്സുമായിട്ട് സമയം ചിലവഴിക്കുക, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, ബുക്സ് വായിക്കുക, സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് നന്ദി പറയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ഭയങ്കര ദോഷമാണ്. നിങ്ങൾ ഈ ഉണ്ടാക്കിയ സമ്പത്തുകളെല്ലാം നഷ്ടമായി പോകും. അതൊന്നും നമ്മളെ രക്ഷിക്കാൻ അപ്പോൾ കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത്, അത് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഞാൻ വായിച്ച കാര്യങ്ങൾ ഒരു ഉപദേശം പോലെ പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയൊക്കെയാണ് നല്ലത്. താങ്ക് യു, നന്ദി, നമസ്കാരം.